ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല എമൗണ്ട് ആവും, പക്ഷെ ഗ്യാരണ്ടി ഇല്ല. എയ്ഡ്സ് നടക്കും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഞാനാണ് ഇപ്പൊ ഇവിടെ വന്ന് നിന്നിട്ട് എനിക്കിങ്ങനെ ഇപ്പൊ നടക്കാനും പറ്റുന്നത്. കൈയുടെ വേദന പറഞ്ഞു നിന്നിട്ട് അതിന്റെ പറഞ്ഞപ്പോ ഈ നടുവേദന മാറി, തനിയെ മാറി. അന്നേരം ഓർക്കുന്ന നടുവേദന ഇല്ലല്ലോ. റുക്കുവൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോക്കുമ്പോ റുക്കുവൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. തലങ്ങണിയായിട്ടിരുന്ന ആളാ, സ്ഥലങ്ങണി ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഈ തലോണ മാറ്റി എനിക്ക് ഇരിക്കാൻ പറ്റി. ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അതോടൊപ്പം അവർ പറയാത്ത പല രോഗങ്ങളും മാറും എന്നുള്ളതാണ് ഈ എനർജി ബേസ് ചെയ്ത് ഏതൊരു ട്രീറ്റ്മെന്റിനും ഒറിജിനൽ ട്രീറ്റ്മെന്റുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ പറയാത്ത രോഗവും മാറും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ 5 രോഗങ്ങൾ ഉണ്ടെങ്കിൽ 4 രോഗങ്ങളെ പറഞ്ഞുള്ളൂങ്കിൽ 5ാമത്തെ രോഗത്തിന് എന്തായാലും മരുന്ന് കിട്ടൂല. ആ 4 രോഗത്തിന്റെ കാര്യം വേറെ. അത് ആ അവസ്ഥ തന്നെയാണ് ഇവരും പറയണേ. കാലിന്റെ പാദം തൊട്ട് മുട്ട് വരെ എനിക്ക് അനക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം മരവിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആയുർവേദം നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പ്രോബ്ലം ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദന കുറവില്ല, മരവിപ്പ് കുറവില്ല. വന്നിട്ട് ഒരാഴ്ചയായി എനിക്ക് ആ മരവിപ്പ് കാര്യം മാറി, ഇപ്പൊ വിരലിലോട്ട് മാറി. ഇന്നിപ്പോ വലിയ പ്രോബ്ലം ഇല്ല, എനിക്ക് കുറവുണ്ട്, നല്ല രീതിയിൽ എനിക്ക് കുറവുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് 19 വർഷം കൊണ്ട് എൻ്റെ കൈ വിരൽ മടങ്ങാതിരിക്കായിരിക്കും. ഞാൻ നൂന്നേ ഇരിക്കത്തുള്ളൂ കയ്യിലെ വിരൽ. പക്ഷെ ഇപ്പൊ ഇതാ എനിക്ക് വിരൽ കംപ്ലീറ്റ് മടക്കാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, അതിശയമാണത്. കാരണം 19 വർഷം വാഷിംഗ് മെഷീനിനകത്ത് വിരൽ പോയിട്ട് ഡോക്ടർ വലിച്ച് കെട്ടിയൊക്കെ ഇട്ടതാ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വിരൽ മടങ്ങുന്നുണ്ട്. മറ്റേ എനിക്ക് പൈസ പിടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. വാഷിംഗ് മെഷീന്റെ ഇടയിൽ വിരൽ പോയതാ, തുണി ഇളക്കി. അതിനുശേഷമാണ് അതെ, അതിനുശേഷം ഈ വിരൽ മടക്കാൻ പറ്റുന്നത്, എങ്ങനെ ഇരിക്കത്തുള്ളൂ എപ്പോഴും. പക്ഷെ ഇപ്പൊ ഇത് കംപ്ലീറ്റ് എനിക്ക് മടക്കാൻ പറ്റുന്നുണ്ട്. ഈ വിരൽ മടങ്ങാൻ പറ്റൂല എന്ന് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടില്ല, മാറി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല എമൗണ്ട് ആവും, പക്ഷെ ഗ്യാരണ്ടി ഇല്ല. എയ്ഡ്സ് നടക്കും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നടക്കുമെന്ന് ചോദിച്ചു, മോൻ ചോദിച്ചു നടക്കുമോ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഇപ്പൊ ഇവിടെ വന്ന് നിന്നിട്ട് എനിക്കിങ്ങനെ ഇപ്പൊ നടക്കാനും പറ്റുന്നത്, ഇനി ഓപ്പറേഷൻ ചെയ്യാതിരിക്കാനും സാധിക്കുന്നത്. തലങ്ങണിയായിട്ടിരുന്ന ആളാ. അപ്പൊ ഇയാള് ഇരിക്കാൻ പറഞ്ഞപ്പോ സ്ഥലങ്ങണി ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. നടുവേദന എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തലങ്ങണി മാറ്റി. ഇല്ല അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി തലങ്ങണിക്ക് എടുത്തിട്ട് വന്നതാ. അങ്ങനെ ഇരുന്ന് കണ്ണടച്ചു തുടങ്ങിയപ്പോ ഞാനെടുത്ത് തലങ്ങണി എടുത്താണ് മാറ്റി. 2005 മുതൽ L3, L4, L5 20 വർഷത്തെ പഴക്കമുള്ളതാണ്. ഡീജനറേറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ഒന്നും പറ്റില്ല. ഡീജനറേറ്റ് ചെയ്തു എന്നാണ് സയൻസ് പറഞ്ഞത്. വെരി ഗുഡ്. MRI എടുത്തിട്ട് ഇങ്ങനെ കഥകൾ കേൾക്കുമ്പോഴാണ് ചിലവർക്ക് ഇത് തിരിയാ. ഡീജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല്, മോഡേൺ സയൻസിൽ ഡീജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് പെട്ടെന്ന് തിരിയും. ഇപ്പൊ 2005 തളർന്നു പോയതാണ് ഞാൻ. തളർന്നു പോയതാണ്. അപ്പൊ പിന്നെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഡീജനറേറ്റ് ചെയ്ത ആൾക്ക് എന്തില്ല, ഒരു വശം ബലക്കുറവുണ്ട്. അപ്പൊ നെർവ് ജാമായിട്ട് ഇടത് കാലിന് ബലക്കുറവുണ്ട്, ശോഷിപ്പുണ്ട്. 2020 പെട്ടെന്ന് വീണ്ടും വഷളായ അവസ്ഥകള്. അപ്പൊ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആയുർവേദവും അലോപ്പതിയും നാച്ചുറോപ്പതിയും എല്ലാം കൂടി ആക്യുപഞ്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് എനിക്ക് കുറച്ച് മോചനം കിട്ടി. അത് കഴിഞ്ഞ് 2020 ശേഷം ഇപ്പോഴാണ് ഞാൻ ഡോക്ടറുടെ ഫേസ്ബുക്കിലെ ഒരു മാസമായി കാണുന്നുണ്ട് സ്ഥിരം. പക്ഷേ ഈ തലോണ മാറ്റി എനിക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ എനിക്ക് വേറെ ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് യൂട്രസ്, അതുപോലെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഹൈ BP ഉണ്ട്, ഹൈ കൊളസ്ട്രോള്, ഷുഗർ, ഇതെല്ലാം ഉണ്ട്. അതിനെല്ലാം ഞാൻ മെഡിസിൻ എടുക്കുന്ന ആളാണ്. അതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് നിർത്തി. കാലിൻ്റെ ബലക്കുറവുകൊണ്ട് എനിക്ക് ഓപ്പൺ എയറിലൂടെ നടക്കാൻ പറ്റില്ല. നടക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് വേവിച്ചു പോകും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ ടെറസിലൂടെ രാവിലെയും വൈകിട്ട് ഒരു 5-10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറിനടുക്ക് വരെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, വേവിച്ചു പോകാതെ തന്നെ. പിന്നെ ഫുഡ് കഴിച്ചാൽ എനിക്ക് പുറമേ നിന്ന് എന്ത് ഫുഡ് കഴിച്ചാലും അലർജി, ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പൊ ഞാനൊരു ടാബ്ലറ്റ് സ്ഥിരം കരുതിയിട്ടാണ് പുറത്ത് പോകാറുള്ളത്. അത് കഴിക്കാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അത് കഴിച്ചിട്ടില്ല. ഡിസ്കിന് വളവുണ്ടായിരുന്നു എക്സ്റേ എടുത്തപ്പോ. കുനിഞ്ഞ് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നിന്നോണ്ട് ചെയ്യാവുന്ന ജോലികൾ, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ ഒരു 16-17 വർഷമായിട്ട് ഈ പ്രശ്നം. ഇപ്പൊ എനിക്ക് 45. ഭഗവാനെ അനുഗ്രഹിച്ച് എനിക്ക് സാറിന്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെയാണ് വന്നത്. അന്നേരം ഇപ്പോൾ എനിക്ക് പെയിൻ ഇല്ല. നട്ടെല്ലിനും മുതുകിനും എനിക്ക് പെയിൻ ഇല്ല. പെടലിക്കും പെയിന് കുറവുണ്ട്. പെയിൻ ഇല്ല ഇപ്പം, അതാണ് സത്യം. അത് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റി. അല്ലാതെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എനിക്ക് എൻ്റെ തുടയൊക്കെ വലിഞ്ഞു മുറുകയും അണയ്ക്കുകയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നുണ്ട്. പിന്നെ നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ എഴുന്നേക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. കൈക്ക് 2 ഷോളറും വേദനയായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ വേറൊരു പ്രയാസം ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയാൻ മറന്നുപോയി. ഈ കൈയുടെ 2 വേദനയും കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നടുവേദനയില്ല. നടുവേദന മാറി, പക്ഷെ അത് പറയാൻ ഞാൻ മറന്നുപോയി.
ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. 11ാമത്തെ സ്റ്റിപ്പിംഗ് ആണ് ഇന്നത്തെ. നടുവേദന നല്ലതായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കൈയുടെ വേദന പറഞ്ഞു അതിന്റെ പറഞ്ഞപ്പോൾ ഈ നടുവേദന മാറി, തനിയെ മാറി. അന്നേരം ഓർക്കുന്ന നടുവേദന ഇല്ലല്ലോ. കഴിഞ്ഞ വർഷം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒഴിച്ചലൊക്കെ നടത്തിയത്, പക്ഷെ കംപ്ലീറ്റ് ആയില്ല. അപ്പോഴേക്കും എനിക്ക് വേറെ ഒരു സാഹചര്യങ്ങളെല്ലാം തിരിച്ചു പോരേണ്ടി വന്നു. അതിനുശേഷം മാറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു വേദന ഉണ്ടായിരുന്നത് മാത്രം. പക്ഷെ ഇവിടെ വന്ന ഡെമോ സെർച്ച് അയച്ചില്ലേ, ആദ്യത്തെ ദിവസം ഡെമോ, അതിൽ തന്നെ എനിക്ക് മാറി. ആ വേദന അപ്പൊ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പൊ ഒറ്റ ദിവസത്തെ ഡെമോയില് പിന്നെ ഇതുവരെ തണ്ടലിന് ഒരു വേദന ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതുപോലെ ഡിസ്ക് ബൾജ് ചെയ്തതാണ്. കാലിൻ്റെ അടി മുതൽ തല വരെ ഭയങ്കര വേദന. എപ്പോഴും കുറേ നേരം നിൽക്കാൻ പറ്റില്ല. തരിപ്പ് വേദന, അതുപോലെ മുട്ടിൻ്റെ അടിയിൽ വേദന. റുക്കുവൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പം നോക്കുമ്പോൾ റുക്കുവൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സുജൂദിന് കാല് വിരലും ഒന്നും കറക്റ്റ് വെക്കാൻ പറ്റില്ല. ഇപ്പം 5 വിരലും കുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാത്തത് വയറ് കുറച്ച് കുറഞ്ഞ്, അതുപോലെ വേദനക്ക് നല്ല കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. ഞാനിപ്പൊ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റായി ഞാനിവിടെ നിൽക്കണ്. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരു കാല് വെച്ച് ഒന്ന് ബാലൻസ് ചെയ്യും, പിന്നെ അടുത്ത കാല് വെച്ച് ബാലൻസ് ചെയ്യും. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നിൽക്കണത്. ഒട്ടും സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. ഇവിടെ വന്ന ആദ്യത്തെ സിറ്റിംഗ് എടുത്തിട്ട് എനിക്ക് നടുവേദനയൊക്കെ അവിടെ നിന്നിട്ട് എൻ്റെ മൈൻഡ് അങ്ങോട്ട് ഫ്രീ ആയി. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞ്, മനസ്സിലങ്ങോട്ട് സന്തോഷം വന്ന് എൻ്റെ എല്ലാ ചിന്തകളും പെട്ടെന്ന് അങ്ങോട്ട് നിന്നുപോയി, സ്റ്റോപ്പായിപ്പോയി. പിന്നെ എനിക്ക് സന്തോഷം മാത്രം എൻ്റെ മനസ്സിൽ. അപ്പൊ എനിക്ക് നല്ല ഒരു അനുഭവമാണ് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കിട്ടിയത്. അപ്പൊ ഞാൻ ആലോചിച്ച് എന്നാൽ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കിയെങ്കിലാണ്. കയറുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഈസി ആയിട്ടാണ് കയറിപ്പോന്ന്. അത് ഞാൻ അപ്പം തന്നെ ഡോക്ടറോട് വന്ന് പറയുകയും ചെയ്തിരുന്നു.